ദാ വന്നിരിക്കുന്നു അടുത്ത ദി മോസ്റ്റ് പവർഫുൾ ഫോൺ ഇൻ ഇന്ത്യ വിത്ത് ലേറ്റസ്റ്റ് ആൻഡ് ഏറ്റവും പവർഫുള്ളുമായ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനുള്ള കാരണവും എൻ്റെ കയ്യിലുള്ള ഈ iQOO 13. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, എൻ്റെ സൗണ്ട് അത്യാവശ്യം മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണമാണ് ഈ സൈനസ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ സൈനസ് ഇൻഫെക്ഷൻ കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്വെല്ലിങ്ങും പെയിൻ ഒക്കെ ഉണ്ട്. സോ പ്ലീസ് അഡ്ജസ്റ്റ്. ബോക്സിൽ ഫോണുണ്ട്, 120 വാട്ടിന് ഫ്ലാഷ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, എൻ്റെ പുതിയ BMW ബുക്കും പേപ്പറും, ട്രാൻസ്പെറൻറ്റ് TPU കേസ്. iQOO പറയുന്നതനുസരിച്ച് അടിപൊളി പെർഫോമൻസും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുന്നവർക്ക് വേണ്ടി ഇനി അങ്ങോട്ട് ആഘോഷ രാവുകളാണ്. ഇതാ കണ്ടില്ലേ, ക്ലോസ് ടു 2.7 മില്യൺ, അതായത് 27 ലക്ഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ AnTuTu സ്കോർ. മാക്സിമം 42 ഡിഗ്രി വരെ പോയുള്ളൂ. സോ ഓവർ റേറ്റിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റൂല. ത്രോട്ട്ലിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, 90% ആണ് കിട്ടിയത്. അമേസിംഗ് ത്രോട്ട്ലിംഗ് പെർഫോമൻസ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, ഇത്രയും പവർ കൊണ്ടൊക്കെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇനിവേ ഗെയിംസ് കളിക്കാം കിടുവായിട്ടല്ലേ. ഇനിവേ എല്ലാം ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ആദ്യം ഞാൻ നോർമൽ യൂസേജ്, അതായത് ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, യൂട്യൂബിൽ വീഡിയോസ് കണ്ടു, ഇൻസ്റ്റാഗ്രാം വെറുതെ സ്ക്രോൾ ചെയ്തു, ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, ഫോണിൽ സംസാരിച്ചു, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു തരത്തിലുള്ള ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഈ ഫോണിലുള്ള ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ്, LPDDR5X റാം ആൻഡ് ലേറ്റസ്റ്റ് UFS 4.1 സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് പറക്കുന്ന ഫീലാണ് കിട്ടുന്നത് നോർമൽ യൂസേജിൽ. ലേറ്റസ്റ്റ് ഫണ്ടർ ചോയ്സ് 15 ആണ് കൊടുത്തിരിക്കുന്നത്, ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് Android 15. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, iQOO ഫോൺ ആണെങ്കിൽ അതിൽ ബ്ലോട്ട്വെയർസും പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. എനിവേ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും വരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് നൈസ്. എന്നാൽ ആരും കളിക്കാത്ത ഈ ബ്ലോക്ക് ബ്ലാസ്റ്റും ബബിൾ ഷൂട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാം എടുത്ത് കളഞ്ഞേക്ക്. പിന്നെ ഈ കാണുന്ന വി ആപ്പ് സ്റ്റോർ ആണെങ്കിലും വിവോയുടെ ബ്രൗസർ ആണെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്തേക്ക്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അയച്ച് നിങ്ങളെ വെറുപ്പിക്കും. 4 വർഷത്തെ OS അപ്ഗ്രേഡിൻ്റെ പ്രോമിസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നൈസ്. ഏറ്റവും ബെസ്റ്റ് അല്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. സോ ഈ പുത്തൻ ഫണ്ടർ ചോയ്സ് 15ൻ്റെ ക്വിക്ക് സെറ്റിംഗ്സ് പേജ് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ്സ് പേജിലേക്ക് കയറിയാൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി കളർഫുൾ ഐക്കൺസ് വരുന്നുണ്ട്. ഹോം സ്ക്രീനിൽ ഇങ്ങനെ പിഞ്ച് ഔട്ട് ചെയ്താൽ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ആപ്പ് ക്ലോസിംഗ് ആനിമേഷൻസ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സ്റ്റേജ് മാനേജർ ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോസ് കണ്ടില്ലേ, നൈസ് ആയിട്ട് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണല്ലോ, സോ AI നിർബന്ധമാണ്. AI ഇറേസിന്റെ ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് അനാവശ്യമായ ഓബ്ജക്റ്റുകൾ ഇങ്ങനെ എടുത്ത് കളയാം. AI റിപ്പയർ ഫീച്ചർ യൂസ് ചെയ്തിട്ട് പഴയ ഫോട്ടോസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് ഫീച്ചർ വന്നിട്ടുണ്ട്. മറ്റു ഫോണുകൾ അപേക്ഷിച്ച് ഇവിടെ സർക്കിൾ ടു സെർച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ സർക്കിൾ വരയ്ക്കുമല്ലോ, ആ സമയത്ത് അത്യാവശ്യം ഒരു പ്രത്യേക ഒരു ഹാപ്റ്റിക് ഉണ്ട് അതിൽ. ഇങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ നല്ല രസകരമായ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിവോ ഡയലർ ഉള്ളതുകൊണ്ട് സൈലന്റ് കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. എനിവേ നിങ്ങൾക്ക് ഈ പുതിയ ഫണ്ടർ ചോയ്സ് 15ന്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ, അതായത് ഇതിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക, നമുക്ക് ചെയ്യാം. BGMI ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ കണ്ടില്ലേ 120 FPS, അതായത് അൾട്രാ എക്സ്ട്രീം മോഡ് എനേബിൾ ആക്കിയിട്ടുണ്ട്. സോ ഈ കാണുന്ന 120 FPS മോഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഓക്കെ, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും ഓടുമ്പോഴൊക്കെ പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. സോ നിങ്ങളൊരു BGMI പ്ലെയർ ആണ്, പ്രോ ലെവലിൽ BGMI കളിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ iQOO 13 ചെക്കൗട്ട് ചെയ്യണം. അതിനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കുറച്ചും കൂടി പവർ കൂട്ടാൻ വേണ്ടി ഞാൻ ഗെൻഷിൻ ഇമ്പാക്ട് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അവിടെയും 60 FPS നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഈ സ്മൂത്ത് ഗെയിം പ്ലേ തരാൻ വേണ്ടി സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിന്റെ കൂടെ തന്നെ iQOO ലേറ്റസ്റ്റ് Q2 ചിപ്പും ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ചിപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗെൻഷിൻ ഇമ്പാക്ട് പോലുള്ള ഹെവി ഗെയിംസും 2K റെസൊല്യൂഷനിൽ കണ്ടില്ലേ 144 FPS കളിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഒന്നും ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തില്ല. ഫോൺ അൺബോക്സ് ചെയ്ത് നമ്മൾ നേരെ ഗെൻഷിൻ ഇമ്പാക്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏത് ഫോൺ ആണെങ്കിലും ഹീറ്റ് ആവും. കാരണം ഏകദേശം 18-20 GB ഉണ്ട് ഇൻസ്റ്റാൾ ആവാൻ, അതും സ്ക്രീൻ ഓൺ ആയിരിക്കുകയായിരിക്കും. പക്ഷേ ഈ iQOO 13 ഹീറ്റ് ആയില്ലായിരുന്നു. ഓക്കെ, സോ ഐ വാസ് റിയലി സർപ്രൈസ്. സോ ഹീറ്റ് മാനേജ്മെന്റ് നല്ലോണം ചെയ്തിട്ടുണ്ട് iQOO. നല്ല വലിയ സൈസ് ഉള്ള 4 സോൺ വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനം ഇവിടെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഗെയിമിംഗ് വൈബ് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇതിന്റെ ക്യാമറ മോഡലിന് ചുറ്റും ഈ കാണുന്ന RGB ഹാലോ ലൈറ്റും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇൻകമിംഗ് കോൾസ് അറിയാൻ പറ്റും, മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കിടന്ന് കത്തും. പിന്നെ സെറ്റിംഗ്സിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കണ്ടില്ലേ, കളർ ഓപ്ഷനിലേക്ക് പോയാൽ ഇഷ്ടം പോലെ കളേഴ്സ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ബിൽഡ് ഡിസൈൻ ആണ് വരുന്നത്, ചുറ്റുമുള്ള ഫ്രെയിം മെറ്റലിൻ്റെതാണ്. പിന്നെ ഈ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവൽ IP68 ആൻഡ് IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ വൈറ്റ് കളർ ഐ തിങ്ക് കുറച്ചും കൂടി ഷൈനി ഫിനിഷ് ആയിരുന്നു. ഇത്തവണ അത് ഷൈനി മാറ്റിയിട്ട് മാറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി വെരി പ്രീമിയം.
പിന്നെ ഈ iQOO 13ന്റെ തിക്നെസ് ഒരുപാട് കൂട്ടാതെ iQOOന് ഈ ഫോണിന്റെ ഉള്ളിൽ 6000 mAh ഒരു യമണ്ടൻ ബാറ്ററി തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് ഒരിക്കലും ഒരു ഇഷ്യൂ ആവാൻ പോകുന്നില്ല. ഞാൻ കുറെ നേരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. പ്ലസ് ബോക്സിൽ തന്നിരിക്കുന്ന 120 വാട്ടിന്റെ ഫ്ലാഷ് ചാർജർ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈസിലി 30-35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കയ്യിൽ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസോ ഗാഡ്ജറ്റ്സുകളോ ലാപ്ടോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ചാർജർ വെച്ച് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. എന്നാൽ വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ iQOO ഈ അഗ്രസീവ് പ്രൈസിങ്ങിലും, അതായത് ഇത്രയും കുറഞ്ഞ പ്രൈസിങ്ങിലും ഇത്രയും ഫീച്ചേഴ്സ് തരുന്നുണ്ടല്ലോ. സോ എവിടെയെങ്കിലൊക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ഫോണിന്റെ അടിയിൽ ഈ കാണുന്ന USB Type-C പോർട്ട് ഉണ്ടല്ലോ, ഇത് USB 3.2 Gen 1 പോർട്ടാണ്. ദാറ്റ് ഈസ് അമേസിംഗ്. സോ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോ ഔട്ട് എടുക്കാൻ പറ്റും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് വെച്ച് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിന്റെ ഗെയിം മോഡിൽ കയറിയിട്ട് നിങ്ങൾ ബൈപാസ് ചാർജിങ് സ്വിച്ച് ഓൺ ചെയ്താൽ പിന്നെ ചാർജിങ്ങും വളരെ ഈസിലി നടക്കും, വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ. ഇതാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത സെക്കൻഡ് റീസൺ. പിന്നെ ഇതിന്റെ ഗെയിം മോഡിൽ ഇവിടെ പെർഫോമൻസ് പാനൽ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി സേവർ മോഡ്, ബാലൻസ് മോഡ്, പെർഫോമൻസ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. ഗെയിം ടൂൾസിലേക്ക് പോയാൽ നോർമലി iQOO ഫോൺസിൽ വരുന്ന 4D ഗെയിം വൈബ്രേഷൻ, ഇ സ്പോർട്സ് മോഡ്, വോയിസ് ചേഞ്ചർ ഇല്ലാത്ത ഒന്നുമില്ല. ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ 144 FPS ഒക്കെ ആക്കാൻ പറ്റും. സോ ഈ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഫോണിന്റെ ഫ്രണ്ടിൽ അപ് ടു 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 6.82 ഇഞ്ച് സൈസ് ഉള്ള Q10 LTPO AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. Q10 ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ BOE എന്ന കമ്പനി ഉണ്ടല്ലോ, അവരുടെ ലേറ്റസ്റ്റ് ഡിസ്പ്ലേ മോഡലാണ്. LTPO എന്ന് പറയുമ്പോൾ അതാ കണ്ടില്ലേ, 1 Hz 120 Hz വരെ റിഫ്രഷ് ആവും. പിന്നെ 144 Hz ഗെയിമിങ്ങിന്റെ സമയത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ. നോർമൽ യൂസിൽ 120 Hzലാണ് റിഫ്രഷ് ആവുന്നത്. 1800 Hzൻ്റെതാണ് ടിപ്പിക്കൽ പീക്ക് ബ്രൈറ്റ്നസ്. യെസ്, ഏറ്റവും മാക്സിമം ഭയാനകമായ ബ്രൈറ്റ്നസ് അല്ല, പക്ഷേ നോർമൽ യൂസിൽ നമ്മുടെ ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും നിങ്ങൾ യാതൊരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ബ്രൈറ്റ്നസ് ഈസ് ഇനഫ്. 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ് എന്ന് ബ്രാൻഡ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കണം. 2592 Hz PWM ഡിമ്മിന്റെ ഫീച്ചർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ കുറെ ഐ പ്രൊട്ടക്ഷൻ, ഐ കെയർ സർട്ടിഫിക്കേഷനുമായാണ് ഇതിന് ഡിസ്പ്ലേ വരുന്നത്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ HDR പ്ലേബാക്കിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സോ മിക്കവാറും ഗെയിമേഴ്സ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ എക്സ്പീരിയൻസ് തരുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ അടിയിലുള്ള ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ, ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. സോ സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി സെക്യൂർ ആണ്. 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറ ഇത്തവണ അപ്ഗ്രേഡ് ചെയ്ത് 32 മെഗാപിക്സൽ ആക്കിയിട്ടുണ്ട്. പ്ലസ് ഈ സെൽഫി ക്യാമറയിൽ മറ്റൊരു കാര്യം കൂടി iQOO അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. കളേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, പ്രത്യേകിച്ചും സ്കിൻ ടോൺ ഒക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. യെസ്, നാച്ചുറൽ ഫോട്ടോസ് ഇവിടെ കിട്ടൂല. ഓക്കെ, വിവോയുടെ പ്രോസസിംഗ് ആയതുകൊണ്ട് ഐ പ്ലീസിംഗ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ യെസ്, കഴിഞ്ഞ വർഷം വന്ന iQOO 12ൽ 3x ടെലിഫോട്ടോ അല്ലെങ്കിൽ 3x പെരിസ്കോപ്പ് ക്യാമറ ആയിരുന്നു. ഇവിടെ 2x ടെലിഫോട്ടോ ക്യാമറയാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് 3x തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടൂല. എന്നാൽ 24mm, 35mm, 50mm പിന്നെ ഈ കാണുന്ന 100mm എന്ന ഈ 4 സൂമിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയാം, നാച്ചുറൽ ഫോട്ടോസ് അല്ല, മറിച്ച് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന iQOO 12ന്റെ മെയിൻ സെൻസർ ഇതിനേക്കാളും വലുതായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ iQOO 12 ഇല്ല, അല്ലെങ്കിൽ ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തന്നേനെ. പക്ഷേ ഞാൻ നമ്മുടെ ട്രാക്കിംഗ് ടെക് ഇംഗ്ലീഷിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി സൈഡ് ബൈ സൈഡ് കാണിച്ചു തന്നിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നും ഇല്ല ക്വാളിറ്റിയിൽ. ഇനി നൈറ്റ് പെർഫോമൻസിൽ അത് കാരണം ഇഷ്യൂ വരുമോ എന്ന് ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ നൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. നല്ല നൈറ്റ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. കത്തി കിടക്കുന്ന സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. ഗ്രെയിൻസും അത്യാവശ്യം കുറവാണ്. പിന്നെ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇത് സെൽഫി ഫോട്ടോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെൽഫി അല്ല, ഞാൻ സെൽഫി മോഡിലാണ് എടുത്തിരിക്കുന്നത്. റിയർ ക്യാമറ വെച്ചാണ് എടുത്തത്. ഈവൻ സെൽഫി ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസും നല്ല സ്കിൻ ടോണും കളേഴ്സും ഉള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പിന്നെ യെസ്, ഇതിന്റെ സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K at 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ സ്റ്റെബിലൈസേഷൻ കൂടി കൊടുക്കേണ്ടതായിരുന്നു. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം ഷേക്ക് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടൂല. സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ 1080p വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ റിയർ ക്യാമറ വെച്ച് നിങ്ങൾക്ക് 4K 30 FPS, 4K 60 FPS, ഈവൻ 8K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോർട്രേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ബൊക്കെയുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും 1080p ക്വാളിറ്റിയിൽ. നല്ല അഗ്രസീവ് പ്രൈസിംഗിലാണ് iQOO ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. 12GB 256GB പ്രൈസ് ആണ് 54,999 രൂപ. 16GB 512GB വേരിയന്റിന്റെ പ്രൈസ് ആണ് 59,999 രൂപ. 3000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ഇനീഷ്യൽ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഏറ്റവും വില കുറഞ്ഞ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ചിപ്സെറ്റ് ഉള്ള ഫോണാണ് iQOO 13. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്.
ബൈ.